എല്ലാവർക്കും നമസ്കാരം. ബാങ്കിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് 11,000-ൽ അധികം വേക്കൻസിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ സ്ഥിര നിയമനമാണ്. കേരളത്തിൽ സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ SSC MDSന്റെയും SSC ഹവിൽദാറിന്റെയും പുതിയ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നുണ്ട് SSCയുടെ ഭാഗത്തുനിന്നും. സോ ലൈഫ് ട്രാക്ക് മലയാളം 2 മാസത്തിന്റെ സ്റ്റഡി പ്ലാനും ക്ലാസ്സും അതുപോലെ തന്നെ SSC വിജയിച്ചവർ വെച്ചുള്ള ക്ലാസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മെറ്റീരിയൽസും ക്ലാസ്സും ലഭിക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് IBPS ആണ്. റിക്രൂട്ട്മെന്റിലേക്ക് 21/8/2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അഡ്മിറ്റ് കാർഡ് സെപ്റ്റംബർ 2026 റിലീസാവും. എക്സാമിനേഷൻ ഡേറ്റ് ഒക്ടോബർ 2026 പ്രിലിംസിന്റെ ഡേറ്റ്, മെയിൻസിന്റെ ഡേറ്റ് ഡിസംബർ 2026. 21 ഓഗസ്റ്റ് 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് ഉണ്ട്. സോ നമുക്ക് ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കാം. വന്നിരിക്കുന്ന ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 64,480 രൂപ വരെ ബേസിക് സാലറി ലഭിക്കുന്ന പോസ്റ്റുകളാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. സോ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 28 വയസ്സ് അണ്ടർ സ്റ്റുഡന്റിനും 31 വയസ്സ് OBCക്കും 33 വയസ്സ് SC/ST കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാം. 2/8/1998 1/8/2006 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തുള്ളത് SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. സോ നമുക്ക് കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കാം. കേരളത്തിൽ സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട്. ഓൾ ഇന്ത്യയിൽ 11,000-ലധികം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ മാത്രമായിട്ട് 108 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. സോ ഏത് സ്റ്റേറ്റിലും നമുക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് സ്പെസിഫൈഡ് ലോക്കൽ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. സോ കേരളത്തിൽ മലയാളമാണ്. മലയാളം അറിയുന്നവർ കേരളത്തിൽ അപ്ലൈ ചെയ്യാം. മറ്റുള്ള സ്റ്റേറ്റുകളിലെ ലാംഗ്വേജ് അറിയാമെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലും വേക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയ ശേഷം ഓരോ സ്റ്റേറ്റിലെ വേക്കൻസി ഒക്കെ നോക്കി അതാത് സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് അറിയാമെങ്കിൽ ആ സ്റ്റേറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് ഒറ്റ സ്റ്റേറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്